ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ രോഹിത്തിന്റെ പീഡന കേസൊക്കെ ഒരു രീതിയിൽ ഒതുങ്ങി തീർന്നു വരികയാണ്. രോഹിത് നിരപരാധിയാണ് എന്നുള്ളത് അലീന തെളിയിക്കുന്നുണ്ട്. ശരണ്യയായിട്ട് അലീന നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അതിലൂടെ രോഹിത്തിനെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും അലീന കണ്ടെത്തുന്നുണ്ട്. രോഹിത് നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് അലീന രോഹിത്തിനെ രക്ഷിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താട്ടോ. അതല്ല, രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്ന ഉറച്ച തീരുമാനം തന്നെ ആയിരുന്നു അലീനയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ രോഹിത് ശരണ്യെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത അവനുണ്ടായിരുന്നു. അത് ഹരിയുടെ കൂടെയുള്ള കൂട്ടുകെട്ട് കാരണം അവന് അങ്ങനെ ഒരു ചിന്ത വന്നതാണ്. അല്ലാതെ ശരണ്യെ ഉപദ്രവിക്കാൻ അവരുടെ കൂടെ രോഹിത് കൂട്ടു നിന്നിട്ടില്ല. അവിടെ ചെന്നപ്പോ അങ്ങനെ പെട്ടുപോയതാണ് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. രോഹിത് തന്നെയാണ് തുറന്നു പറയുന്നത് അലീനയോട്. അതിനു മുന്നേ രോഹിത്തിന് അലീനയോടുള്ള മനോഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തന്നെ രക്ഷിക്കാൻ ആത്മാർത്ഥമായിട്ട് അലീന ശ്രമിക്കുന്നുണ്ട്. അലീനയ്ക്ക് തന്നോട് ഒരു വിരോധവും ഒന്നുമില്ല. തന്നെ ഒരു സ്വന്തം അനിയനെ പോലെ തന്നെയാണ് അലീന സ്നേഹിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്ന രോഹിത് അലീനയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അലീനയോട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അലീന മുൻകൈ എടുത്ത് രോഹിത്തിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രോഹിത്തിനെ നേരെ ഇവിടെ നാട്ടിലൊന്നും നിർത്താതെ നേരെ എറണാകുളത്ത് കൊണ്ടുപോയി മാമച്ചന്റെ വീട്ടിലാണ് പിന്നീട് രോഹിത് താമസിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ രോഹിത് ഇങ്ങനെ എറണാകുളത്ത് പോയി മാമച്ചന്റെ വീട്ടിൽ പോയി താമസിക്കാന്നുള്ളതൊന്നും ആർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. വൈജയന്തിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു കേട്ടോ. അപ്പോ നമ്മുടെ ആ സമയത്തൊക്കെ വൈജയന്തിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് നേരെ നെടുമ്പനക്കൽ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ഒരു വീടെടുത്ത് താമസിക്കാനായിരുന്നു വൈജയന്തി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ കോലാഹലങ്ങൾക്കൊക്കെ ഇടയിൽ തന്നെ ഒരു വീടെടുത്ത് താമസിക്കാനുള്ള ധൈര്യം വൈജയന്തിക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ വൈജയന്തി തിരിച്ച് നെടുമ്പനക്കൽ വീട്ടിൽ തന്നെ എത്തുന്നുണ്ട്. അവിടെ വൈജയന്തിക്ക് കൂട്ടായിട്ട് ബബിത മാത്രമേ ഉള്ളൂ. കൃഷ്ണമോളും അലീനയും ബാലചന്ദ്രനും ഒരു സെറ്റായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചു പോരുന്ന സമയത്താണ് ഒരു 2-3 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ബബിത പ്രഗ്നന്റ് ആണ് എന്നുള്ളൊരു വിവരം വൈജയന്തി അറിയുന്നത് കേട്ടോ. അത് വൈജയന്തിക്ക് ആകെ ഇരട്ടി പ്രഹരാവാണ് ചെയ്യുന്നത്. ആകെ വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ പാടെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് വൈജയന്തി കടന്നു പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴും വൈജയന്തിക്ക് എണീച്ച് നടക്കാനുള്ള ഒരു കെൽപ്പുണ്ടായിരുന്നില്ല. ഡിസ്ചാർജ് ആക്കി എന്നൊരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. എണീച്ച് നടക്കാറൊന്നും അപ്പോഴും വൈജയന്തി ആയിട്ടില്ല. അപ്പൊ ഇതറിഞ്ഞപ്പോ തന്നെ വൈജയന്തി ബബിതയോട് ബബിത എങ്ങനെ പറയണോ എങ്ങനെയാണ് തുറന്നു പറയാ എന്ന് വൈജയന്തിയോട് എങ്ങനെ തുറന്നു പറയണമെന്ന് ബബിതയ്ക്ക് അറിയില്ലായിരുന്നു. സ്വന്തം അമ്മയോട് എങ്ങനെ ഇത് തുറന്നു പറയും? അങ്ങനെ ആദ്യം തുറന്നു പറയുന്നത് നമ്മുടെ ബാലചന്ദ്രനോട് അലീന ആയിരിക്കും കേട്ടോ ഈ കാര്യം തുറന്നു പറയാ. ഇങ്ങനെ ഒരു ദിവസം റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രാവിലെയും ഭക്ഷണം കഴിക്കാതെ, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കഴിക്കാൻ വരാത്ത, ഒരു ദിവസം മുഴുവൻ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ വരാത്ത ബബിതയെ അന്വേഷിച്ച് പിറ്റേ ദിവസം രാവിലെ റൂമിൽ എത്തുന്ന അലീനയാണ്. ബബിത ഒരു പ്രഗ്നൻസി കിറ്റും കയ്യിൽ വെച്ചിട്ട് ഇരുന്ന് കരയുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അലീന ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? നീ എന്താ കഴിക്കാനൊന്നും വരാത്ത? ഒരു ദിവസം മുഴുവൻ കഴിച്ചിട്ടില്ലല്ലോ, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബബിത ചൂടാവുക ചെയ്തു. നീ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നീ എന്ത് ധൈര്യത്തിലാ ഇപ്പൊ എന്റെ റൂമിലേക്ക് കയറി വന്നത്? നിന്നോട് ഇപ്പൊ ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴും കരഞ്ഞു കലങ്ങി മുഖമൊക്കെ ആകെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബബിതയുടെ. അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് വെച്ച് ബബിത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് കാര്യം? എന്നോട് പറയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ബബിത പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഇനി ആയിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ പിന്നാലെ ആണെന്ന് ടോർച്ചർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, എന്ത് പറ്റി, എന്താ നിന്റെ കയ്യിലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വേഗം അത് ബാക്കിലേക്ക് പിടിച്ചു മാറ്റുന്നുണ്ട് ബബിത. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ല, ആദ്യം നീ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കേ എന്ന് പറയുന്നുണ്ട്. ബബിത കാര്യം പറയും, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ബബിത കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ വേഗം അലീന ബബിതയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചിട്ട് ആ സാധനം മേടിക്കുന്നുണ്ട് കേട്ടോ. അത് ആദ്യം ഒന്ന് കൊതറി മാറി ബബിത തടയുന്നുണ്ടെങ്കിലും അലീന അത് മേടിക്കുന്നുണ്ട്. മേടിച്ചു കഴിയുമ്പോൾ അലീന അത് നോക്കുമ്പോ ആകെ ഞെട്ടിപ്പോവാൻ കേട്ടോ. എന്താ ഇതെന്താ എന്ന് ചോദിച്ചിട്ട് അലീന ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാനുണ്ടോ. ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ബബിത പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ബബിത ആ ബെഡിൽ അങ്ങനെ ഇരിക്കാനുണ്ടോ. അപ്പൊ അടുത്ത് ചെന്ന് അലീന ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊന്നും ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ.
കൃഷ്ണമോള് വന്നപ്പോ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ ചേച്ചി, എന്താ പ്രശ്നം, എന്തിനാ ബബിതേച്ചി കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, നീ പോയിക്കോ, നാളത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അലീന പറഞ്ഞു വിടാൻ നോക്കുമ്പോ എന്തോ ഉണ്ട്, വെറുതെ ഒന്നും ബബിത ചേച്ചിക്ക് അറിയില്ല, ആശ്വസിപ്പിക്കാൻ ചേച്ചി ഇരിക്കും, ചേച്ചിനെ ഈ റൂമിലേക്ക് കടത്തി വിട്ടോ, അങ്ങനത്തെ സ്വഭാവം ഒന്നും അല്ലല്ലോ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ എന്നൊക്കെ ചോദിച്ച് കൃഷ്ണമോള് ചോദിക്കാൻ തുടങ്ങുമ്പോ അലീന പറയുന്നുണ്ട്, മോളെ വേണ്ട, ഇപ്പോ ബബിതയോട് അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ ചേച്ചി കാര്യം പറയുന്ന പറയുമ്പോ അലീന ആ പ്രഗ്നൻസി കിറ്റ് നേരെ കൃഷ്ണമോൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണമോള് അത് കാണുമ്പോൾ പറയുന്നുണ്ട്, ഓ ഇനി ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ, രണ്ടുപേരും കൂടി ഈ കുടുംബം മുടിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. മകനിപ്പോ ഒരു കേസ് കഴിഞ്ഞ് ഇപ്പൊ രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വേറെ എവിടെ താമസിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും അച്ഛന്റെ മനസമാധാനം നശിപ്പിക്കാനായിട്ട് അടുത്തത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലേ. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയത്? അപ്പൊ അലീന പറയുന്നുണ്ട്, മോളെ നീ മിണ്ടാണ്ടിരിക്കെ, അലീന ചേച്ചി ഇങ്ങനെയൊന്നും പറഞ്ഞാ പോരാ, എത്ര വട്ടം അലീന ചേച്ചി ഞാനും ഒക്കെ ബബിതേച്ചിക്ക് വാണിയും കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ബബിതേച്ചി എന്തെങ്കിലും നമ്മുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അമ്മ ഇങ്ങനെ വയ്യാണ്ട് അടുക്കുന്നു, അച്ഛനാഴ്ച ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അതൊന്നും എപ്പോഴെങ്കിലും ബബിതേച്ചി മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ മുടിത്തലേന്റെ കൂടെ നടക്കുമ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഇത്. ഇതൊക്കെ എങ്ങനെ പുറത്തൊരാൾ അറിയാം? ഇനി ബബിതേച്ചിക്ക് നല്ലൊരാളെ കല്യാണം കഴിക്കാൻ പറ്റൂ, നല്ലൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റൂ, ബബിതേച്ചിയുടെ ഭാവി എന്തായി എന്തേലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തരുടെ കൂടെ പോയി അഴിഞ്ഞാടുമ്പോ ഇതൊന്നും ആലോചിക്കാത്തെ. അപ്പം ബബിത എണീച്ചിട്ട് പറയുന്നത്, നീ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട, നീ എന്റെ അനിയത്തിയാണ്, എന്നെക്കാളും എത്ര പ്രായം കുറഞ്ഞതാ നീ, നീ എന്നെ ഉപദേശിക്കാൻ നിക്ക? പ്രായത്തിലൊന്നും അല്ല ബബിതേച്ചി കാര്യം, അവനാൻ ബുദ്ധിയിലും വിവേകത്തിലാണ്, അത് ഇതുവരെ നിങ്ങക്ക് രണ്ടുപേർക്കും ഇല്ല. ഉണ്ടെങ്കിൽ ബബിതേച്ചി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടു, ഇതെങ്ങാനും അച്ഛന്റെ അമ്മയുടെ മുന്നിൽ പോയി പറയാൻ പറ്റൂ? നാട്ടുകാരറിഞ്ഞ് എന്താ വിചാരിക്ക എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾക്ക് അരച്ചിൽ വരുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, മോളെ നീ ഒന്ന് അടങ്ങ്, ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്, ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്, നീ അവനെ വിളിച്ചോ? അപ്പൊ ബബിത പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് വട്ടം വിളിച്ചു, അവൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഓ, അവന്റെ ആവശ്യം കഴിഞ്ഞുല്ലോ, ഇനി അവൻ ഫോൺ എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളെക്കാളും ഈ വീട്ടിലുള്ളവരെക്കാളൊക്കെ നിനക്ക് വലുത് അവനായിരുന്നില്ലേ. നിന്റെ അച്ഛന്റെ അമ്മയുടെ അഭിമാനത്തെ കുറിച്ചോ, അവര് നിങ്ങളെ എങ്ങനെയാണ് വളർത്തി വലുതാക്കിയത്, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു, എന്തൊക്കെ ചെയ്തു തന്നു, അതൊന്നും നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ലല്ലോ. എനിക്കറിയില്ല, എല്ലാരും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവൻ കൊടുക്കുന്നു പറഞ്ഞിട്ട് ബബിത അവിടെ പൊട്ടിക്കറിയാൻ കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അലീന ബാലചന്ദ്രനോട് പറയാൻ വേണ്ടി പോകുവാണ് കേട്ടോ. ബാലചന്ദ്രനോട് അലീന മടിച്ചു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് കേട്ടതും ബാലചന്ദ്രൻ ഒറ്റയിരിപ്പാണ് കേട്ടോ, ഒന്നും ഉരിയാടാതെ ഒറ്റയിരിപ്പാണ്. കാരണം ഒരു കാര്യം സോൾവ് ചെയ്ത് വരുന്നതിന് ശേഷം വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്തത് കിട്ടിയല്ലോ. തനിക്ക് പ്രശ്നങ്ങളാണ്, തനിക്ക് ഈ കുടുംബജീവിതത്തിൽ ഒരു മനസ്സമാധാനം ഉണ്ടായിരിക്കില്ല, തന്നെ സ്നേഹിക്കുകയോ തന്നെ ബഹുമാനിക്കുകയോ ചെയ്യുന്ന ആരും തന്നെ ഈ കുടുംബത്തിലില്ല. തന്റെ ഭാര്യയുടെ അതേ സ്വഭാവം തന്നെയാണല്ലോ രണ്ട് മക്കൾക്കും കിട്ടിയിരിക്കുന്നത്. രണ്ട് മക്കളും തന്നെ വഞ്ചിച്ചു, തന്നെ ചതിച്ചു, തനിക്ക് അപമാനമായിട്ട് മാറുകയാണ് തന്റെ മക്കള് രണ്ടുപേരും ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ട് വിതുമ്പി വിതുമ്പി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇനി എന്താ ഞാൻ ചെയ്യുക, എനിക്കറിയില്ല, ഞാൻ ആകെ ഇല്ലാണ്ടായി പോവാണ് എന്നൊക്കെ അലീനയോട് പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, അച്ഛൻ കരയൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ഇപ്പത്തെ കാലമല്ലേ, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ആരും അറിയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. വഴി ഉണ്ടാക്കാം, വൈജയോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, പറഞ്ഞിട്ടില്ല, നീ അതെനിക്ക് തായോ. എന്തിനാച്ച ഇപ്പൊ പറയണ്ട, പറഞ്ഞ വഴക്ക് കൂടെയുള്ളൂ, ആരും ഇപ്പൊ ഇത് ഒരു കുറ്റായിട്ടൊന്നും കാണില്ല, തെറ്റുകൾ നമ്മുടെ ഭാഗത്തായിരിക്കും, നമ്മൾ നേരെ വളർത്താൻ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അത് കൊടുക്കാതിരിക്കട്ടോ. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ അതെനിക്ക് തായോ, അവളോട് ഞാൻ പറയാം, അവള് തലയിൽ കയറ്റി വളർത്തി വെച്ച രണ്ട് മക്കളല്ലേ, രണ്ടും എങ്ങനെ ആയിപ്പോയി എന്ന് അവൾ അറിയണമെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചു വാങ്ങി വൈജയുടെ മുറിയിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് വൈജയോട് ഇത് പറയുമ്പോ വൈജ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വളർത്തിയതിന് ദോഷാണോ, ഇവിടെ ഒരാൾ വലിഞ്ഞേറി വന്നില്ലേ, ആ പിഴച്ചോള് കാരണമാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ബബിത വഴി തെറ്റി പോവാനും രോഹിത് വഴി തെറ്റി പോവാനും ഒരേ ഒരു കാരണേ ഉള്ളൂ, അത് വേറെ ആരുമല്ല, നിങ്ങൾ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചിട്ട് അലീന തന്നെയാണ്, ആ പിഴച്ചവള് തന്നെയാണ്, വേറെ ആരുമല്ല അതിന് കാരണക്കാരി എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ബാലചന്ദ്രൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആരടി പിഴച്ചവള്, നീ പിഴച്ചവളല്ലേ, നീ പിഴച്ച പോലെ തന്നെയാണ് നിന്റെ മകളിപ്പോ പിഴയ്ക്കാൻ പോകുന്നത്.
എന്നിട്ട് ആ പ്രഗ്നൻസി കിറ്റ് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയാണ് നിന്റെ മകൾ ഇപ്പൊ ഗർഭിണിയാണ്. നീ ആഗ്രയിൽ വെച്ച് 2 വർഷം ഞാനുമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ നീ ആഗ്രയിൽ താമസിച്ചതും എങ്ങനെയാണ് അവിടെ താമസിച്ചിരുന്നതും ആരുടെ കൂടെയാണ് താമസിച്ചിരുന്നതൊക്കെ എല്ലാം എനിക്കറിയാം. അതൊന്നും അറിഞ്ഞിട്ട് നിന്നോട് ഇങ്ങനെ പെരുമാറുന്ന എന്നെ നീ തൊഴണം. നിന്റെ അതേ സ്വഭാവം നിന്റെ 2 മക്കൾക്കും കിട്ടിയിരിക്കുന്നത്. 2 പേരും നേരെ ആവില്ല. ഈ കുടുംബം നശിപ്പിച്ചേ അവരടങ്ങുള്ളൂ. ഈ കുടുംബത്തിന് അഭിമാനം മുഴുവൻ ഇല്ലാതാക്കിയിട്ടേ അവർ 2 പേരും പോകുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, നീ എങ്ങനെയാണോ ആഗ്രയിൽ ജീവിച്ചത്, വ്യഭിചരിച്ച് നടന്ന് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തത്, അതേപോലെ ഇപ്പൊ നിന്റെ മകളും ചെയ്യാൻ തുടങ്ങുന്നത്. അവളും ഗർഭിണിയാണ്. ആ കുട്ടീനെ എന്താ നിങ്ങൾ ചെയ്യാ? എനിക്കൊന്നും അറിയണ്ട, ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്നേ വരെ അവർ ചെയ്തിട്ടില്ല. എന്നെ അനുസരിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പൊക്കെ നീ അവർക്ക് വളം വെച്ചു കൊടുക്കായിരുന്നു. നിന്റെ ഈ കുരുട്ടും അസൂയയും അഹങ്കാരമൊക്കെ നീ കുത്തി വെച്ചിരിക്കുന്നത് ആ 2 മക്കൾക്കാ. അപ്പൊ അവർക്ക് ഇനി എന്തൊക്കെ വന്നാലും നീ തന്നെ അതിന് മറുപടി പറയണം. ഈ കിടക്കണ കിടപ്പിൽ മരിച്ചു പോയാലെന്ന് പോലും നിനക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇപ്പൊ? എല്ലാത്തിനും നീ ഒറ്റൊരുത്തിയ കാരണം. നീ ജീവിച്ചപ്പോൾ തന്നെ നിന്റെ മക്കൾ ഇപ്പൊ ജീവിക്കുന്നത്. നിന്നെ കൂടി അവർക്കൊരു വില ഉണ്ടാവില്ല ഇനി. എന്താച്ചാ ആയിക്കോ. എന്റെയോ എന്റെ വീട്ടുപേരോ ഉപയോഗിച്ച് അപമാനിക്കാനാണ് നീയും നിന്റെ മക്കൾ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ അത് നടക്കില്ല. നീ അലീനയെ പിഴച്ചവള് പറഞ്ഞല്ലോ. നിന്റെ മക്കളെ നീ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എങ്കിൽ ഈ ഗതി വരുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ നിനക്ക് വലുത് നിന്റെ വാശി, നിന്റെ അഹങ്കാരമായിരുന്നു. നീ എന്തോ പുണ്യവതി ആയിട്ടല്ലേ നീ ചമഞ്ഞ് നടന്നായിരുന്നു. നീ ചെയ്ത തെറ്റ് നീ എന്തെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? ഒരു കുറ്റബോധം നിനക്ക് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതിനൊക്കെ നീ അനുഭവിച്ചിട്ടേ നീ പോവുള്ളൂ. നീ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല. ഇതൊക്കെ കണ്ട് ഇവരുടെയൊക്കെ നാശം കണ്ട്, ഈ കുടുംബത്തിന്റെ നാശം കണ്ട്, നിന്റെ കുടുംബത്തിന്റെ നാശം കണ്ടിട്ടേ നീ മണ്ണിന്ന് പോവുള്ളൂ. അത്രയ്ക്ക് നീ ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് ഒരു കുറ്റബോധം, ഒരു തരി കുറ്റബോധം നിന്റെ മനസ്സിലുണ്ടായിട്ടില്ല. എന്നെ പോലും നീ വഞ്ചിക്കില്ല ചെയ്തിട്ടുണ്ടായിരുന്നത് 22 വർഷം. നീ ഇതൊക്കെ അനുഭവിച്ചിട്ടേ പോവുള്ളൂടി. എല്ലാവരുടെയും നാശം കണ്ടിട്ടേ നീ പോവുള്ളൂ. എന്താച്ചാ ആയിക്കോ, എല്ലാരും കൂടി എന്താച്ചാ ആയിക്കോ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ താൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല തന്റെ മക്കൾ ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം വൈജയന്തി മനസ്സിലാക്കാനുണ്ട്. അത് വൈജയന്തിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ തന്റെ പൂർവ്വകാലം, താൻ പിഴച്ച് ജീവിച്ച ഒരു പൂർവ്വകാലം തനിക്ക് ഉണ്ടായിരുന്നല്ലോ, ആരും അറിയരുതെന്ന് വിചാരിച്ച് താൻ മറച്ചു വെച്ച ഒരു പൂർവ്വകാലം, അതുപോലും വെളിയിൽ വന്നു തുടങ്ങി എന്ന് മനസ്സിലാക്കുന്ന വൈജയന്തിക്ക് അവിടെ നിലനിൽപ്പില്ല. താൻ എത്രമാത്രം അഹങ്കാരത്തോടെ നോക്കിയിരുന്ന വീടാണിത്. അഹംഭാവവും താനാണ് എല്ലാം എന്ന് വിചാരിച്ച് നിലനിരുന്ന 22 വർഷം അത് തനിക്ക് നഷ്ടമായി. ഇനി തനിക്ക് ഒരിക്കലും ആരുടെയും മുഖത്ത് നോക്കിയിട്ട് തന്റെ അഹങ്കാരമോ അഹംഭാവമോ ഒന്നും കാണിക്കാൻ പറ്റില്ല. മുട്ടുമടക്കി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം താൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്റെ മക്കൾ പോലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. തനിക്കിനി അവരെ പോലും ഉപദേശിക്കാനോ ശാസിക്കാനോ ഉള്ള കഴിവില്ല, റൈറ്റ് ഇല്ല എന്നുള്ള കാര്യമൊക്കെ വൈജയന്തി മനസ്സിലാക്കാറുണ്ടോ. ആ കിടന്ന കിടപ്പിൽ നീച്ച് നിൽക്കാൻ പോലും വൈജയന്തിക്ക് പറ്റുന്നില്ല. അങ്ങനെയാണ് വൈജയന്തി പിന്നെ അലീനയുടെ സ്നേഹമൊക്കെ മനസ്സിലാക്കുന്നതും അലീനയാണ് പിന്നീട് വൈജയന്തിനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യാട്ടോ. ബബിതയുടെ കാര്യങ്ങൾ പിന്നെ ബാലചന്ദ്രൻ തന്നെ സോൾവ് ചെയ്യും. കാരണം അതൊന്നും അബോർഷൻ ചെയ്ത് കളഞ്ഞ് ബബിതേനെ വേറെ കെട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യൂട്ടോ. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. ഇതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്